ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ആത്മീയ ഭോജ്യത്തിൽ വിചിന്തനം ചെയ്യുന്ന വിഷയം നമുക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉത്കണ്ഠ ആർക്കേലും ഒരു കൽക്കണ്ഡമായി മാറിയിട്ടുണ്ടോ? കൽക്കണ്ഡത്തിന് അതിൻ്റെതായിട്ടുള്ള നന്മകളുണ്ട്, ഔഷധ ഗുണമുണ്ട്. പക്ഷേ ഉത്കണ്ഠ ഒരു വിധത്തിലും ആർക്കും ഒരു കൽക്കണ്ഡം പോലെ ഉപകരിക്കില്ല എന്നുള്ളത് കർത്താവിന്റെ വചനം കൃത്യം പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും തന്നെ ഉണ്ട് ഒരു പരിധിവരെ ഉത്കണ്ഠ, മാനുഷികമാണ്. പക്ഷേ ചിലരെ കാണാൻ സാധിക്കും ഉത്കണ്ഠയ്ക്ക് കയ്യും കാലും പിടിപ്പിച്ചതുപോലെ. അതുപോലത്തെ ആകുലത, ഉത്കണ്ഠ അവരുടെ ജീവിതത്തിൽ അവരെ ഭരിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു സ്ത്രീ അവളുടെ മകളുടെ കാര്യം ഓർത്ത് ഒരുപാട് ആകുലപ്പെട്ടു. ഇനി അവള് കല്യാണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും യോഗ്യനായ ഒരു ഭർത്താവിനെ കിട്ടുമോ, വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വരുമോ, കല്യാണം കഴിഞ്ഞുവല്ലോ ഡിവോഴ്സ് ആവുമോ, അവർ തല്ലിപ്പിരിയുമോ, ഒരുപാട് കാര്യങ്ങൾ ഇവരിങ്ങനെ അതേക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസാരത്തിൽ പോലും നിഴലിച്ച ഒരു കാര്യം ചോദിച്ചപ്പം മകളുടെ പ്രായം, അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. അവളെക്കുറിച്ച് അവളുടെ വിവാഹം നടക്കുന്ന കാര്യം വരെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ആകുലപ്പെടുക. ചിലരുടെ ഒരു പ്രത്യേകത, അവരെ കണ്ടാൽ മതി കാണുന്നവർക്കൂടെ ടെൻഷൻ വരും. അതുപോലെ ടെൻഷൻ കയറി ഈ ആകുലതയിൽ ജീവിക്കുന്ന വ്യക്തികൾ, ഇത് ദൈവമക്കളായി നമുക്ക് യോജിച്ചതാണോ അല്ല എന്ന് കർത്താവിന്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് 2 പ്രധാനപ്പെട്ട വചനങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ ഒരു വിശുദ്ധൻ ഇതേക്കുറിച്ച് സൂചിപ്പിച്ച കാര്യവും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സുഭാഷിതങ്ങൾ 12:25. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കും. നമ്മുടെ ഉന്മേഷം കെടുത്തുന്ന ഒരു കാര്യമാണ് ഉത്കണ്ഠ, ആകുലത. നമുക്കുള്ള ഉന്മേഷം കൂടെ കെട്ടുപോകുന്നത്. ഉന്മേഷമുള്ളവരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. ഇത് കാണുന്നുണ്ടല്ലോ, റോമാലേഖനം 12:11. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുക. ഉന്മേഷത്തെ സൂചിപ്പിക്കുന്നല്ലേ അത്. നമ്മളെ നിരുന്മേഷരാക്കുന്ന ഒരു കാര്യമാണ് ഉത്കണ്ഠ എന്ന് ഈ വചനം സുഭാഷിതങ്ങൾ 12:25 നമ്മെ പഠിപ്പിക്കുന്നു. 2ാമത്തെ വചനം പ്രഭാഷകൻ 30:24. പ്രഭാഷകൻ 30:24 വചനം. ഒരു സെറ്റ് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതുമൂലം സംഭവിക്കാവുന്ന കാര്യങ്ങളും വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കും. അസൂയ, കോപം ജീവിതത്തെ വെട്ടിച്ചുരുക്കും. മറ്റൊരു കാര്യം, ഉത്കണ്ഠ അകാല വാർദ്ധക്യം കൊണ്ടുവരും. അകാല വാർദ്ധക്യം, അകാല നര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുള്ള കാര്യമാണ്. അത് വരുത്തുന്ന ഒരു കാര്യമാണ് ഉത്കണ്ഠ എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ 2 വചനങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം വിശുദ്ധ പാതിരപ്പിയോ ഒരു കാര്യം പറഞ്ഞു. ഉത്കണ്ഠ, ആകുലത എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു കാര്യമാണ്. വറി എന്ന് പറയുന്നത് ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്ത ഒരു കാര്യമാണ്. എന്തിനു നമ്മളത് ചുവന്നോട് നടക്കണം? അപ്പൊ അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അത് വിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയുള്ളവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഉത്കണ്ഠ ഒരിക്കലും ഒരു കൽക്കണ്ഡമായിട്ട് ആരുടെയും ജീവിതത്തിൽ മാറില്ല. കൽക്കണ്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാലോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവാം. കൽക്കണ്ടം പല ടൈപ്പിലുള്ള കൽക്കണ്ടമുണ്ട്. ഇനി അതിന്റെ 2-3 ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ക്ഷീണം, മന്ദത, അങ്ങനെയുള്ള കാര്യങ്ങള് അകറ്റുന്നതാണ്, അതിന് സഹായിക്കുന്നതാണ് കൽക്കണ്ടം. ചുമ, തൊണ്ടവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശമിക്കാനായിട്ട് നമ്മൾ കൽക്കണ്ടം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി, മാനസികോർജം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുന്നതാണ് ഈ കൽക്കണ്ടം എന്ന് പറയുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഗുണം ഉത്കണ്ഠയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം? അതുകൊണ്ട് ഈ ഉത്കണ്ഠ, ആകുലത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആ നാശം, അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആകുലത വിട്ടിട്ട് ദൈവാശ്രയത്വത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നമ്മൾ വരണം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, മോർ പ്രയർ ലെസ് വറി. പ്രാർത്ഥന കൂട്ടുകയാണെങ്കിൽ ഈ ആകുലത, വറി ചെയ്യുന്ന കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ് ഇല്ലാതാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. 1ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഉത്കണ്ഠ ഒരിക്കലും നമ്മുടെ രോഗം ശമിപ്പിക്കില്ല. ഈ കൽക്കണ്ഡം പോലെ നമ്മുടെ രോഗം അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ ശമിപ്പിക്കില്ല, മറിച്ച് ഉത്കണ്ഠ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തും. അതാണ് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തും. കർത്താവിന്റെ വചനം അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത്. മത്തായി 6:25 മുതൽ വായിക്കുമ്പോൾ അതിന്റെ കാതലായ സന്ദേശം അതാ. വീണ്ടും 1 കൊറിന്തോസ് 7:32 വായിച്ചാൽ, നിങ്ങള്
ആകുലപ്പെടരുത്, ഉത്കണ്ഠാകുലരാകരുത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ 30:24 നമ്മൾ കണ്ടല്ലോ. അകാല വാർദ്ധക്യം വരുത്തുന്നതാണ് ഈ ഉത്കണ്ഠ എന്നുള്ളത് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 മക്വായർ 6-ാം അധ്യായം 10-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നു, ആകുലത നൽകുന്ന ഉറക്കമില്ലായ്മ. നമ്മുടെ ഈ അനാവശ്യമായിട്ട് ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഉറക്കം കെട്ടുപോകും. ഉറക്കമില്ലായ്മ അതിന്റെ ഒരു ഭാഗമാണ്. 2 മക്വായർ 14:43 വായിച്ചാൽ മറ്റൊരു പ്രശ്നം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഉത്കണ്ഠ നമ്മളെ ഭരിക്കുന്നെങ്കിൽ പലപ്പോഴും നമുക്ക് ലക്ഷ്യം തെറ്റും. ശരിയായ ലക്ഷ്യം പറയാൻ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹമായിരിക്കണം നിന്റെ ലക്ഷ്യം. ഈ കാര്യത്തിൽ ലക്ഷ്യം തെറ്റാനുള്ള സാധ്യതയുണ്ട് ഉത്കണ്ഠ നമ്മളെ ഭരിക്കുമ്പോൾ. പ്രഭാഷകൻ 31:1-2 വചനങ്ങൾ എടുക്കുമ്പോഴും കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, ഈ ആകുലത ഉത്കണ്ഠ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ്. സഭാപ്രസംഗൻ 5:3 കൂടി എടുത്താലോ അവിടെ പറഞ്ഞിരിക്കുന്നത്, സഭാപ്രസംഗൻ 5:3, ആകുലത ഏറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും. ചിലർക്ക് ഇങ്ങനെ ദുസ്വപ്നങ്ങൾ, അതുകൊണ്ട് തന്നെ ഒരു ഗുഡ് നൈറ്റ് സ്ലീപ്പ്, ശരിയായ ഒരു ഉറക്കം കിട്ടാതെ പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. പ്രഭാഷകൻ 40:5-ാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട്, ആകുലത വിഭ്രാന്തി ഉളവാക്കും. ആകുലത, ഉത്കണ്ഠ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം ലഭിച്ചാൽ അവ വിഭ്രാന്തി ഉളവാക്കും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കാം. ഇനി നമ്മൾ ചിന്തിക്കേണ്ട അവസാനമായിട്ട്, ഈ ഉത്കണ്ഠയ്ക്ക് പരിഹാരം ഉണ്ടോ? നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമോ? പറ്റും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എസ്തേർ രാജ്ഞി, എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, എസ്തേർ രാജ്ഞിക്ക് മരണതുല്യമായ ഉത്കണ്ഠ ഉണ്ടായി. മരണതുല്യമായ ഉത്കണ്ഠ അവസ്ഥയിൽ അവർ ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവിങ്കലേക്ക് ഓടി ദൈവത്തിങ്കിലേക്ക് തിരിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉത്കണ്ഠയ്ക്ക് പരിഹാരം ഉണ്ടാവുന്ന. അത് എസ്തേർ രാജ്ഞിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 94 19-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിന്റെ ആകുലത വർദ്ധിക്കുമ്പോഴും ദൈവം നൽകുന്ന ഒരാശ്വാസമുണ്ട്. ദൈവം നൽകുന്ന ഒരാശ്വാസം. ആകുലത നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവം നമുക്ക് ആശ്വാസം നൽകും. ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ആ ഒരു ഉത്കണ്ഠ നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ കർത്താവിലേക്ക് തിരിയാം, പ്രാർത്ഥന വർദ്ധിപ്പിക്കാം. അങ്ങനെ ദൈവം നൽകുന്ന ആശ്വാസം നമുക്ക് കണ്ടെത്താം. അതിനായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.